അപ്പം നമ്മളിതാ എൻവയോൺമെന്റ് പബ്ലിക് റാസ് അലാർദ് സെന്റർ ഇവിടെ എത്തിയട്ടെ. ഇന്നലെ നമ്മൾ മോനിക്ക് ഇവിടെ വന്നിട്ടേനും ഇവിടെ ഷെഡ്യൂളെല്ലാം ചോദിച്ചേ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എത്ര പൈസ എന്നെല്ലാം ചോദിക്കണം. ഇടിയാന്ന് തോന്നുന്നു. സ്ഥലം ഇത് വേറെന്തോ എന്തല്ലാലോ. ഓടി 12:30 എത്താൻ പറഞ്ഞ 1:15 ഷിപ്പ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കഥയിലെന്താ നന്നാവലും പോയി നോക്കട്ടെ. എന്താ ഇവര് പൂട്ടി ഇവിടെ ചെയ്യുന്ന സ്ഥലം? എക്സ്ക്യൂസ് മീ, brother, where? يسار تروح بسيارة؟ بسيارة تروح فيلك. يا هذا يسار. ها صالة داخل مكتب. نو عربي brother, English. يسار. ها اوفيس يسار. صالة. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരെ അറബിയൊന്നും മനുഷ്യനക്ക് തിരിയില്ല. ബ്രദർ അസ്സലാമു അലൈക്കും. വെർ ഈസ് ഫോർ ഫൈലാക്ക വിത്ത് ജീപ്പ് ബുക്കിംഗ് ടിക്കറ്റ്? ദിസ് വൺ. ഓക്കെ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. എന്താ ജോനൽ കുവൈറ്റ് മറൈൻ സർവീസ് ആൻഡ് ലോജിസ്റ്റിക്. ഇവിടെ പോയിട്ട് വേണം എനിക്ക് ടിക്കറ്റ്സ് എടുക്കാം. The old houses is Iraq Kuwait war house. Okay, I can. Yeah. Okay, I can explore. Okay, so I need the ticket now. 5-ന് 1:30 ഇവിടെ പോയിട്ട് 3 മണിക്ക് അവിടെ എത്തും. എന്നിട്ട് 4 മണിക്ക് അവിടെ വിട്ടിട്ട് 5:30 എത്തും. അവർക്ക് വണ്ടീൻ്റെ RC വേണം. അപ്പോൾ ഞാൻ എൻ്റെ RC എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ അടുത്ത് വന്നേ. ഒറ്റൊരു മണിക്കൂർ കേട്ടോ ഇട്ടുള്ളൂ. അപ്പോൾ ആകെയാലും കുറച്ച് സമയം നിൽക്കാൻ പറ്റും. മെല്ലനെ പോയിട്ട് ചെയ്ത് കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യമാണ്. സാധാരണ അങ്ങനെ കിട്ടലുമില്ല. ഫുള്ള് ന്യൂ ഇയർ ആയിട്ടുള്ള ഭയങ്കര തിരക്കാം. അവരവസാനം തരാന്ന് പറഞ്ഞു. ഞാനിത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ എടുക്കട്ടെ. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിൽ ഒഴിവാക്കലുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് നമ്മളെ RCയും പാസ്പോർട്ടും വണ്ടിൻ്റെ കാർണറ്റും എല്ലാം. ഈ കവർ അങ്ങനെ വിടുക. ഇനിയിപ്പോൾ വേറൊരു കവർ സെറ്റ് ചെയ്യണം. രണ്ട് സാധനം കൊടുക്കും. യു നീഡ് മൈ RCയും പാസ്പോർട്ട്. Dear, you need RC, Mulkia or passport? Passport. No Mulkia? Yeah, why? Okay. അങ്ങനെ നമ്മൾ ഒരിയാണ് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തു. കുവൈത്തിലെ രാജാവ് ഇത് ഷെയ്ഖ് സബ ഖലീദ് അൽ ഹമദ് അൽ സബ, ക്രൗൺ പ്രിൻസ് ഓഫ് സ്റ്റേറ്റ് കുവൈത്ത്. ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ, അമീർ ഓഫ് സ്റ്റേറ്റ് ഓഫ് കുവൈത്ത്. അങ്ങനെ 30 KD എടുത്തിട്ട് നമ്മളിവിടുന്ന് നമ്മളെ ടിക്കറ്റ്. ഇതാണ് നമ്മൾ ഫൈലാക്ക ഐലൻഡിൽ പോകേണ്ടിയിട്ടുള്ള നമ്മളെ ടിക്കറ്റ്. 30 KD ചിലപ്പോൾ ഇത്രയും എല്ലാം നാട്ടിൽ പൈസ കണക്കൂട്ടിയിട്ട് ഇങ്ങനെ വേറെ. ഇപ്പോൾ 277 ഒരു കുവൈത്ത് ദിനാർ. അപ്പോൾ ഏകദേശം ഒരു 3-9 ഒരു 6,000-7,000 ഉറുപ്പ്യായി. എന്നാലും ജസാനിൽ ഫ്രീ ആണ് കേട്ടോ. ഇവരെന്താ ഫ്രീ കൊടുക്കാത്ത? ഇവിടെ പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഈ വണ്ടിയിൽ ഇതെല്ലാം മറ്റേ എടുത്തേക്കാം. ഫൈലാക്കയിൽ പോകേണ്ട വണ്ടിയാ പോലും ഇവിടെ വെക്കണം. 1 മണിക്ക് ഡോറ് തുറക്കും. ഏത് ഡോറ് തുറക്കുക 1 മണിക്ക്? അസ്സലാമു അലൈക്കും.
For the ship to Failaka. Failaka? Yeah. Taskara, ticket? Yeah, I have ticket. This vessel not open now. Maybe open half hour. Here park? This gate. This gate. No, no. Can you park here? Park here, park here. Okay. ഇപ്പം അവരിതാ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടാ വണ്ടി ഷിപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. മൈ ടിക്കറ്റ്. ടിക്കറ്റ്? ഓക്കെ ഇൻസൈഡ് മൈ ടിക്കറ്റ്. അപ്പോൾ ഇതാ മക്കളെ നമുക്ക് ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തതിന് ഇനിയിപ്പോൾ വണ്ടി ആ കാണുന്ന ഷിപ്പിലേക്ക് കയറ്റണം. അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കയറ്റാൻ പറ്റും. സോ ഇവരെ വീഡിയോ എടുക്കാൻ പറഞ്ഞേ. അസ്സലാമു അലൈക്കും ബ്രദർ. വാട്ട്സ് യുവർ നെയിം? യാസർ. From where? Egypt. And you? Basim, also Egypt? Okay, I'm Najira from India. Kerala. Thank you. So, when you start? When start? 1 o'clock start. 1 o'clock. 1:30. 1:30. Okay. 1:30. 1.5 മണിക്കായി ഇവർ ഇവിടുന്ന് ഷിപ്പ് എടുക്കുക കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ഷിപ്പിൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ ഇതിനു മുമ്പ് സൗദി പോയപ്പോൾ അവിടുന്ന് ജസാനിൽ നമ്മൾ പോയിട്ടില്ല, ഫർസൻ അല്ലെങ്കിൽ. ശരിക്കും നമുക്ക് അടുത്തേക്ക് പോകുന്നൊരു ഫീലാണ് വരുന്നത്. ഒരു 1.5 മണിയിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ബോട്ടും ഷിപ്പും സംഭവമുണ്ട് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചാലേ അവർക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ. നല്ല തണുപ്പുണ്ട്. എൻ്റെ റബ്ബേ, തണുപ്പെന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സഹിക്കാൻ പറ്റാത്ത തണുപ്പ് ഇപ്പോൾ കുവൈത്തിൽ. ഞാൻ ആലോചിക്കുന്നത് ഇത് കഴിഞ്ഞിപ്പോൾ ഇറാഖിലെത്തിയ എന്താ അവസ്ഥ. നമ്മളെ വണ്ടി അവർ കുറച്ചും കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇറക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. കയറ്റിയിട്ട് കൊണ്ടുവന്നത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് നമ്മളെ ഫോൺ ഇവരെ കൈ കൊടുക്കാം വീഡിയോ എടുക്കാൻ. रिकॉर्ड करके रखा है आप फोन पर. ये तो रिकॉर्ड है. ऐसा ही पकड़ना, मैं मेरे गाड़ी लेके आती हूँ. थैंक यू. ऐसा ही पकड़. हाँ ऑन है ना जरा देख. हाँ we are going to achieve. Yeah. Where? This way. ശുക്രൻ. അങ്ങനെ നമ്മൾ വണ്ടി ഇതാ ഇങ്ങ് കയറ്റി. ഇതാണ് ഇവിടുത്തെ വെസൽ. ശരിക്കും ലക്ഷദ്വീപാണ് ഓർമ്മ. ലക്ഷദ്വീപിലും സെയിം ഇതുപോലെ തന്നെ അല്ലേ ആൾക്കാർ ഫുള്ളും പോകുന്നത് ഏരിയ. ഇതുണ്ടോ, ഇതെല്ലാം മറ്റേ ലക്ഷറി ബോട്ടുകൾ. അതിന് വേറെ തന്നെ പൈസ ഉണ്ട്. വെള്ളം നോക്കി നല്ലൊരു പച്ച കളറാണ് വെള്ളം ശരിക്കും. 1:30 ഇവർ വണ്ടി എടുക്കുക. ഇൻഷാ അല്ലാഹ് വണ്ടി എടുത്തിട്ട് നമ്മളൊരു 3 മണിയാകുമ്പോൾ ഫൈലാക്ക് എത്താൻ. ഇത് വെറും വണ്ടികൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഒരു വെസലാട്ടോ, അല്ലാണ്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി വേറെ പാസഞ്ചർ ബോട്ട് വേറെ ഉണ്ട്. പിന്നെ എനിക്ക് പിന്നെ വണ്ടി കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്തിട്ടില്ല. ഓ അങ്ങനെ നമ്മളെ ഓളയും കൊണ്ടാടാ വന്ന്. പക്ഷേ ഇല്ലേ ഇവിടെ ശരിക്കും ഇവര് നമ്മുടെ അടുത്ത് പൈസ മേടിച്ചു. അതായത് 30 KD അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ. വണ്ടിക്ക് അങ്ങോട്ട് പോയി വരാൻ 20 KD-യും 10 KD എൻ്റെ പൈസയാണ്. അതായത് നമ്മൾ ട്രാവലർ പൈസയും. പക്ഷെ നമ്മൾ സൗദി അറേബ്യയിൽ ജസാനില്ലേ, ജസാന് ഫ്രീ ആയിരുന്നു. അതായത് ടൂറിസ്റ്റുകൾക്കും ഫ്രീ ആണ്, അവിടെ നിൽക്കുന്ന സൗദികൾക്കും ഫ്രീ, ആര് വന്നാലും ഫ്രീ. അത് 1.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ കറങ്ങി വരുന്നവരെ ഷിപ്പിന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷെ ഇവർ പൈസ മേടിച്ചു. കുവൈത്തിൻ്റെ ഫ്ലാഗ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. थैंक यू. अभी आपके पास ओके मैं लेती हूँ. इधर चाय बिस्किट तंदे. अच्छा तो मैंने सोचा इसके अंदर बनाएंगे. नहीं कोई बात नहीं, आप उधर जाएगा ना. हाँ उधर होटल है, दुकान है. अच्छा वहाँ से मिलेगा. आप जैसे उतरेगा लेफ्ट साइड में सीधे जाएगा तो हाँ. होटल मिलेगा. ठीक है, सबको सब मिलेगा. थैंक यू. ये तो मेरे लिए पहले एक्सपीरियंस है. आप कहाँ से हो? बांग्लादेश का. Bangladesh. Okay. So he is from Bangladesh and he gave me this chai and biscuit for eat. Thank you brother.
അങ്ങനെ ഷിപ്പ് എടുത്തിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. ഇനി ഒരു 1/4 മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നേരാ. എന്നിട്ട് ഇതാ നമ്മളെ കണ്ടാ അങ്ങനെ ദൂരത്ത് കുവൈറ്റ് സിറ്റി കാണുന്നുണ്ടാ, ഫുൾ ബിൽഡിങ്. പക്ഷെ നമ്മൾ ഐലൻഡ് ഇനിയും കാണുന്നില്ല. ഐലൻഡ് യെസ്, അതാണ് ഫൈലാക്ക. അങ്ങ് ദൂരത്തൊരു വെള്ള പോലെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കാണാൻ പറ്റുന്ന അറിയില്ല. അടുത്തേക്കാ പോകണ്ടേ. ഉള്ളിൽ നമുക്ക് പോവാൻ പറ്റും, ഇവിടെ ഇരിക്കാം. ഇത് ഫുള്ളി ഇവരെ എൻജിൻ്റെ സാധനങ്ങളാണ്. കുവൈറ്റ് സിറ്റി കാണുന്നുണ്ടോ ദൂരത്ത്? വെള്ളം കാണുമ്പോൾ പേടിയാന്നുണ്ട്. നമ്മളങ്ങനെ കുവൈത്തിലെ ഫൈലാക്ക ദ്വീപിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഷിപ്പ് എടുത്തത് 1.5 മണിക്കാണ്. അവിടെ എത്താനും 1.5 മണിക്കൂറുമാണ്. അപ്പൊ നമ്മൾ 1.5 മണിക്കൂർ ഇനിയിപ്പോൾ അത് ആ കാണുന്നതാണ് ഫൈലാക്ക. പക്ഷേ ഇതിൽ അങ്ങനെ കാണാൻ കഴിയില്ല. അവിടെ എത്തണമെങ്കിൽ കാണുമ്പോൾ കുറച്ച് അടുത്താണെങ്കിൽ അവിടെ എത്തണമെങ്കിൽ ഇനി 45 മിനിറ്റ് വേണം. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്തുള്ളൂ. ഫൈലാക്ക എന്ന് പറഞ്ഞാൽ കുവൈത്തിൻ്റെ ഇറാഖിൻ്റെ യുദ്ധം നടന്നിട്ട് 1990 സദ്ദാം ഇവിടെ വന്നിട്ട് കുറേ യുദ്ധം നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായ കുറേ വീടുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ആ സമയത്ത് യുദ്ധത്തിൽ കുറേ അതായത് ഈ കുവൈത്തിൻ്റെ ഇറാഖിൻ്റെ ആർമീസ് എല്ലാം വന്നിട്ട് വെടിവെച്ച സ്ഥലത്തുള്ള വീടുകൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളെ ജീപ്പ് താഴിലുണ്ട്. പിന്നെ വേറെയും കുറേ വണ്ടികൾ, അതായത് അവിടെ കുറേ റിസോർട്ടും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്. ഇന്ന് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. ഇവിടുന്ന് കുറച്ചും കൂടി അടുത്ത് നമുക്ക് കാണാൻ പറ്റുമോ? ആ കാണുന്നതാണ് ഫൈലാക്ക. പക്ഷെ ഫൈലാക്ക കാണുന്ന പോലെയല്ല. ഇനി എത്തണമെങ്കിൽ 45 മിനിറ്റ് വേണം കേട്ടോ. നമ്മളെ വണ്ടിയുണ്ട്, അതായത് ഫുള്ള് അടുത്തേക്ക് പോകുന്ന വണ്ടികളാണ് ഇത്. ഫുള്ള് സാധനങ്ങൾ നിറച്ചിട്ട് ഗുഡ് ഐ തിങ്ക്. So we got a tea now. അല്ല, അപ്പുറത്തൊരു സിമെന്റിന്റെ സാധനമുണ്ട്. ഓക്കെ, back दीजिए. Thank you भैया. What time? 4:30. ഇതുണ്ട്, കുറേ വീടെല്ലാം പൊളിച്ചിട്ടിന്, കുറേ പണിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ആൾക്കാർ ഒഴിവാക്കിയിട്ട് ഇട്ടുപോയ വീടാന്ന് തോന്നുന്നു. ഇപ്പുറത്തും കണ്ട പഴയ വീട് കുറേ 1990 ഓഗസ്റ്റിലാണ് ഇവിടെ യുദ്ധം നടന്നത്. ഇതെല്ലാം ആ സമയത്ത് നശിച്ച വീടുകൾ. അതായത് കുവൈത്തിൻ്റെയും ഇറാഖിൻ്റെയും യുദ്ധം നടന്ന സമയത്ത് ഉണ്ടായ വീടുകളായത്. അത് ഫുള്ള് നശിച്ചു പോയി, ഫുള്ള് പൊളിഞ്ഞിട്ട് നോക്കി. അന്ന് മിസൈലുകളെ ആക്രമണം കൊണ്ട് നശിച്ചു പോയ വീടുകൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ഇതൊരു വല്ലാത്തൊരു ഏതോ ഒരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീല് വരുന്നത്. കാരണം യുദ്ധം കൊണ്ട് നശിച്ച ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ ഒരു ഫീൽ എന്തായിരിക്കും? അതായത് 1990 ഓഗസ്റ്റിൽ ഇറാഖും കുവൈത്തും തമ്മിലുണ്ടായ യുദ്ധത്തിൽ നശിച്ചു പോയ വീടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയത്ത് മിസൈൽ ആക്രമണത്തിൽ ബോംബ് പൊട്ടിയിൽ നശിപ്പിച്ചു പോയ വീടുകൾ. ഈ ഒരൊറ്റ നിമിഷം ഞാൻ ഫലസ്തീനെ കുറിച്ച് ആലോചിച്ചു പോയി, ഗാസയിലെ മക്കളെ കുറിച്ച് ആലോചിച്ചു പോയി. 35 കൊല്ലം മുന്നേ നശിച്ച ഈ ഒരു സ്ഥലം, യുദ്ധത്തിൽ തകർന്നടഞ്ഞ ഈ ഒരു സ്ഥലം, നമ്മൾ ഒരു കുട്ടി പോലും ഇവിടെയില്ല. അത്രക്കും നിശബ്ദത. കാരണം ആൾക്കാർ ആ ഒരു യുദ്ധത്തിന് ശേഷം ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. ഇവിടെ ആരുമില്ല. ശരിക്കും ഇത്രക്കും നിശബ്ദത. കാരണം എല്ലാ ആൾക്കാരും ഈ വീടും ഈ നാടും വിട്ടു പോയി. അന്ന് കുറേ ആൾക്കാർ കുവൈത്തിൽ നിന്ന് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിൽ സദ്ദാമിൻ്റെ പട വന്നിട്ടാണ് ഇവിടെ ഫുള്ളും ആർമീസ് വന്നിട്ടാണ് ഈ കുവൈത്ത് ഇങ്ങനെ നശിപ്പിച്ചത്. ഭയങ്കര ഒരു കുട്ടി പോലും ഇവിടെ ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ഫൈലാക്കാരിൽ ഞാൻ വന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് നശിച്ച ഫുള്ളും ഇതൊക്കെ ആയിട്ട് കുറേ കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങൾ, ജനലുകൾ, ഡോറുകൾ, കമ്പികൾ. ഇത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഫലസ്തീനാട്ടാ. നമ്മളെ ഫലസ്തീനിലെ മക്കൾ എന്തായിരിക്കും റബ്ബേ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. യുദ്ധം കൊണ്ട് ഒരിക്കലും ഒരു രാജ്യവും നന്നായിട്ടില്ല. എല്ലാ രാജ്യങ്ങളും നശിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് യുദ്ധം കൊണ്ട് നശിച്ച ഒരു രാജ്യമാണ് ഇറാഖ്. അപ്പം ഇറാഖിന് എന്തായിരിക്കും? ഇറാഖിൽ ഇതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് യുദ്ധം കൊണ്ട് നശിച്ച സ്ഥലങ്ങൾ. നമുക്കിനി കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടെ ഞാനും എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ.
ഒരു മണിക്കൂർ നമുക്കിവിടെ സമയമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്കിതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകണം. ഇതും പൊട്ടിയ കുറേ ബിൽഡിങ്ങുകളാണ്. നോക്കിയാ ഇവിടെ ഇപ്പോൾ ആൾക്കാർ അനക്കൊന്ന് 1-2 ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നോക്കിയാ അന്ന് ആ കാലത്ത് പൊട്ടിയ വീടും വണ്ടിയല്ലതാ. പോയി നോക്കലാ. ഇതിങ്ങനെ ഒരു ഫുൾ ഏരിയ, ഈ 12 കിലോമീറ്റർ ഫുള്ളും അന്നത്തെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളായി കാണുന്നത്. ഇതുണ്ട് മുമ്പിലുള്ള വീട്. ഇതൊക്കെയാ പഴയ വണ്ടി ഉണ്ട്. അതിലത്തെ തുരുമ്പ് പിടിച്ചോ ഇനി വണ്ടി. പഠിച്ചോനെ എന്താ അതിന് നോക്ക്. പാമ്പുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിലിപ്പോൾ എങ്ങനെ പോകാനാണ്? നോക്കിയോട്ടെ, വണ്ടിയെല്ലാം അങ്ങനെ തുരുമ്പ് പിടിച്ച് നശിച്ച് പൊട്ടി. ഇതെല്ലാം അന്ന് ബോംബ് ബ്ലാസ്റ്റിങ്ങിന് പൊട്ടിയ സ്ഥലമാണ് ഇത്. വാട്ടർ ടാങ്ക് കണ്ടോ പൊട്ടിയിട്ട്? വെള്ളത്തിൻ്റെ ടാങ്കി എല്ലാം പൊട്ടിന്. ഇതൊരു വലിയൊരു വീടായത്. ഈ വീടിൻ്റെ എല്ലാ ഭാഗവും പൊട്ടി നശിച്ചിന്. വണ്ടി പോലും ഇതാ. നമുക്കൊന്ന് പോയി നോക്കാം. ഫുള്ള് സോഫയെല്ലാം ഫുള്ള് പൊട്ടീന്. ഇലക്ട്രിക് ഇത് വേറെ. ഫ്രിഡ്ജ് ഇതാ. മറ്റേ വെള്ളത്തിൻ്റെ ഇതുണ്ടോ? ചെരുപ്പ് നോക്കിയാൽ ഷൂ, ചെരുപ്പ്, അവിടെ തന്നെ വെള്ളം കുടിക്കുന്ന ഫ്ലാസ്ക് എല്ലാം പൊട്ടിത്തെറിച്ചിന്. ചെരുപ്പ് നോക്ക്, ചെരുപ്പ്, അത് ഇതെല്ലാം. ഒരു വലിയൊരു വീടായിരുന്നു നശിച്ചിട്ട് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഓ, ഇതെല്ലാം ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ എന്തായാ നോക്കിയിട്ട്. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ഫാന് വരെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പണ്ടത്തെ ഫാനായത്, 35 കൊല്ലം മുമ്പേ ഉള്ള ഫാന്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ വീട്, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ. നോക്കിയട്ടെ, ബാക്കിയില്ല. പിന്നെ അങ്ങനെ നശിച്ചു പോയിന്. ഒരാളുമില്ല. ഒരു ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരാളെപ്പോലും ഇവിടെ കാണുന്നില്ല. പഠിച്ചോന് ഇവിടെ ആരും ഇല്ലേ? ഇവിടെ വേറെ തന്നെ ഒരു റിസോർട്ടിൽ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും അതാണ് വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്നത്. ആ വീടിൻ്റെ ഉള്ളുണ്ട് നിങ്ങൾ, ആ വണ്ടിയെല്ലാം ആരും വേണ്ടാത്തൊരു പ്രേതാലയം പോലെ ഇങ്ങനെ ഒഴിച്ചിട്ടിനിട. കൊല്ലവർഷം 1990 ഓഗസ്റ്റ് 2-നാണ് ഇറാഖും കുവൈത്തും തമ്മിലുള്ള അധിനിവേശ ശ്രമം ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം നീണ്ടുനിന്ന കുവൈത്ത് ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടെ. അപ്പോൾ ആ സമയത്ത് യുദ്ധാവസാനത്തിൽ ഇറാഖ് കുവൈത്തിനെ കീഴടക്കുകയും ചെയ്തു. 100,000-ഓളം വരുന്ന ഇറാഖി പട്ടാളക്കാരെ 700 യുദ്ധ ടാങ്കുകളുടെ അകമ്പടിയോടെയാണ് കുവൈത്തിലേക്കുള്ള അധിനിവേശം ആരംഭിച്ചത്. ചെറിയ സൈനിക ശേഷിയുള്ള കുവൈത്തിന് പെട്ടെന്ന് ഇറാഖിൻ്റെ സേനകൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റി. ഇറാഖിൻ്റെ പ്രസിഡൻ്റായ സദ്ദാം ഹുസൈൻ കുവൈത്തിലൊരു താൽക്കാലിക സർക്കാർ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ 7 മാസം മാത്രമാണ് ഇറാഖിൻ്റെ പട കുവൈത്ത് ഭരിച്ചിരുന്നത്. കുവൈത്ത് അധിനിവേശത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ സൈനികമായി ഇടപെട്ടാൽ കുവൈത്ത് ഒരു ശവപ്പറമ്പായി മാറ്റുമെന്ന് സദ്ദാം ഹുസൈൻ ആ സമയത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 200 ആളുകളാണ് അന്ന് ഈ കുവൈത്ത് ഇറാഖ് യുദ്ധത്തിൽ മരണപ്പെട്ടത്. ഇതേസമയം കുവൈത്തിൽ നിന്ന് യാതൊരു ഉപാധികളും കൂടാതെ പിന്മാറാനുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ അന്ത്യശാസനങ്ങളെല്ലാം ഇറാഖ് തള്ളിക്കളഞ്ഞു. അന്ന് ലോകരാജ്യങ്ങൾ ഒന്നുചേർന്ന് ഇറാഖിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ച സമയത്ത് വിവിധ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ മേഖലയിൽ തമ്പടിക്കുകയും ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെടുന്ന ഒരു സൈനിക നടപടിയിലൂടെ കുവൈത്തിനെ ഇറാഖിൽ നിന്ന് മോചിപ്പിക്കുക ചെയ്തത്. അങ്ങനെ നീണ്ട 6 മാസത്തെ അധിനിവേശത്തിന് ശേഷം 1991 ഫെബ്രുവരി 28-ന് ഇറാഖി പട്ടാളം കുവൈത്ത്. ഇന്നും ഫൈലാക്ക ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അതായത് 35 കൊല്ലം മുന്നേ നടന്ന ആ ഒരു ആക്രമണത്തിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്ന കുറേ വീടുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ 200-ഓളം ആളുകൾ മരണപ്പെട്ട, അല്ലെങ്കിൽ അത്രയും ആളുകൾ പലായനം ചെയ്ത ഒരു നാട് കൂടിയാണ് ഫൈലാക്ക. இங்கே யாரும் தங்காதா? ஃபுல்லாக எனி டைம் தங்கி இருக்க மாட்டாங்க. ஹோட்டலில் இதில் தங்குவாங்க. ரிசோர்ட்டு மக்பர் இருக்கு, ஃபயர் சர்வீஸ் இருக்கு, இதெல்லாம் எனி டைம் குவைத்தி உண்டு. ஓகே. ஹோட்டல் இருக்கு, ஹோட்டலில் வந்து குவைத்தி. അല്ലാണ്ട് ലോക്കൽ കുവൈത്തികളില്ല.
லோக்கல்ல இங்க இல்ல 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 ஜஸ்ட் வந்துட்டு போ. வீடு இருக்கு. வீடு எல்லாம் அந்த ஃபேமிலியா வந்துட்டு സ്കൂൾ ലീവ് എന്നിട്ട് പോ. அதுல வந்து അപ്പൊ അന്ന് 990 ഇറാഖ് കുവൈത്ത് വാറില്ലേ, അതിനുശേഷം എല്ലാരും ഇവിടുന്ന് മരിച്ചു പോയോ? കാലിവണ്ണി പോണത്. അന്ന് എല്ലാരും ഒഴിഞ്ഞു പോയി. ഇത് ഫസ്റ്റ് കുവൈത്ത്. ഇതാ ഫസ്റ്റ് കുവൈത്ത്. അതിനുശേഷം പുതിയ കുവൈത്ത് ഉണ്ടാക്കിയത്. ഓക്കെ. ഈറാൻ ഇറാഖ് സണ്ട നടந்துச்சு. அதுல കാലിവണ്ണി പോണത്. ഇറാൻ ഇറാഖാ? അത് ഏർക്കണേ ഫൈറ്റിംഗ് வந்துச்சுல. ഇറാഖ് ഫൈറ്റ്. അപ്പൊ ഇപ്പൊ അന്ന് എത്ര ആൾ മരിച്ചിട്ടുണ്ടാവും? புரியல. எத்தனை ஆள் இறந்து போயிடுச்சு அந்த டைம்ல? அந்த ரொம்ப பேர் இறந்துருக்காங்க. அந்த ஃபேமிலி இங்கே இருக்கா இல்ல കുവൈത്തിൽ இருக்கா? ഓക്കെ ഓക്കെ. അതായത് കുവൈത്ത് ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ ഫുള്ള് ഇവിടുന്ന് പലായനം ചെയ്തു. ഇവിടെ ആരുമില്ല. ഓക്കെ. ഇവിടെ പോലീസും ഫയർഫോഴ്സും മാത്രമേ ഉള്ളൂ. പിന്നെ ഫാമിലി ഉള്ള ആളുകൾ ഹോട്ടലിൽ ഫാമിലി ഉള്ള ആളുകൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകും. പക്ഷെ അന്നേരം ഒഴിവാക്കിയ കുറേ വണ്ടി ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഈ വീട് ഇത് ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് ഇവിടെ ഫൈലാക്കല്. ആ കാണുന്ന ഫുള്ള് കുത്തു കണ്ടില്ല, ഓട്ടകളുണ്ടല്ലോ, അത് വെടി കൊണ്ടിട്ട് ഫുള്ള് ഓട്ട വന്നെയാണ് ഈ ഒരു വലിയൊരു ബിൽഡിംഗ്. ഫൈലാക്ക ഐലൻഡിൽ ഈ കാണുന്ന വലിയ ബിൽഡിങ് ഒരു വീടൊന്നുമല്ല. അതായത് അന്നത്തെ കുവൈത്ത് നാഷണൽ ബാങ്കിൻ്റെ വലിയ ബിൽഡിങ്ങാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഫുള്ളും എന്താ പറയണ്ടേ, ഫുള്ള് പൊട്ടി പൊളിയാണ്. ഈ കാണുന്ന ചുവരുകൾക്കുള്ളിലാണ് അന്നത്തെ വലിയ വലിയ തോക്കുകളുടെ ഉണ്ടകൾ വന്ന് വീണ സ്ഥലമായത്. അതാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു റൗണ്ട് പോലെ കാണുന്നത്. അതായത് ഈ ചുമരുകൾ ഫുള്ളും അത്രയും ശക്തിയോടുകൂടി എത്രയോ ആയിരക്കണക്കിന് വെടിയുണ്ടകളാണ് ഈ ഒരു ബാങ്കിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തുമായിട്ട് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മളിപ്പോൾ ആ ഒരു ചുമരിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വെടിയുണ്ട എത്രയോ ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെടിയുണ്ട കിട്ടിയിട്ടുണ്ട്. അത് ആളുകൾ ആ ഒരു എന്താ പറയേണ്ട ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളക്ഷനായിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ ഉള്ളിൽ കയറിയ സമയത്താണ് ശരിക്കും അന്നത്തെ ആ ഒരു യുദ്ധം അല്ലെങ്കിൽ അത് എത്രമാത്രം പിന്നെ പേടിപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ ആളുകൾ വന്ന് പോവുമെങ്കിലും പക്ഷേ ഈ ഒരു ബാങ്ക് പണ്ടത്തെ കുവൈത്ത് നാഷണൽ ബാങ്ക് ഫൈലാക്ക ഐലൻഡിലെ ഈ ഒരു ബാങ്ക് 35 വർഷം മുമ്പേ എങ്ങനെയാണ് ഉണ്ടായത് അതിൽ നിന്ന് കുറേ മാറ്റം വന്നിട്ട് ഉള്ളിൽ കുറേ അതിൻ്റെ റൂഫെല്ലാം ഫുള്ള് പൊട്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ശരിക്കും ആ ഒരു യുദ്ധം ഒന്നുകൂടി യുദ്ധഭീതി ശരിക്കും തോന്നിപ്പോയി. അപ്പോൾ ഇത്രയും വലിയൊരു ബാങ്ക് പോലും ആ ഒരു സമയത്ത് എന്താ പറയേണ്ട ആക്രമണത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് അതിൻ്റെ ഉള്ളിൽ പൈസയും കാര്യങ്ങളെല്ലാം അന്നേരം അവർ കട്ട് മുടിച്ചിട്ടുണ്ടാവും. സദ്ദാമിൻ്റെ പട്ടാളം ഇറാഖിൽ നിന്ന് കുവൈത്തിലേക്ക് യുദ്ധം വന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയിട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫൈലാക്ക ഐലൻഡിൽ വേറെയും കുറേ ചരിത്രങ്ങളുണ്ട്. അതായത് ഈ ഒരു 2000 BC 2000 വർഷം മുമ്പുള്ള പല സാധനങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ പണ്ട് വന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല എന്താ പറയണ്ട മ്യൂസിയം പോലും ഈ ഫൈലാക്ക ഐലൻഡിലുണ്ട്. പക്ഷേ ഈ ഒരു ബാങ്കാണ് ശരിക്കും അവിടെ പോയ സമയത്ത് ഭയങ്കര ഒരു അത്രക്കും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാണുന്ന ബാങ്ക്. വന്നത് നേരത്തെ വന്ന ബിൽഡിംഗ് തന്നെ ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഏലൂട്ടിയാ വന്നത്. പള്ളി കാണുന്നത്. നേരത്തെ ഈ പള്ളി അവിടെ കണ്ടിരുന്നു. പക്ഷെ ഇവിടുന്ന് എല്ലാ സ്ഥലത്തോട്ടും പുറത്തിറങ്ങി പോകാൻ കഴിയില്ല കേട്ടോ. ഇവരെന്താ ഇങ്ങനത്തെ റോഡ് ഉണ്ടാക്കി വെച്ചിന്? ഈ റോഡ് തീർന്നു ഇടാ. വന്നിട്ട് ഇടങ്ങിറങ്ങിപ്പോയല്ലോ റബ്ബേ. ചോദിക്കാനൊരു വഴി തിരിയുന്നില്ല, ചോദിക്കാനൊരു കുട്ടിയുമില്ല. ഇതെങ്ങനെ പുറത്തേക്ക് പോവാ റബ്ബേ? ഫുള്ളിങ്ങനെ കറങ്ങേണ്ട അവസ്ഥയാണല്ലോ. ഇതിപ്പോ എത്തിയേ ഇതോളി അറിയില്ല. ഇവിടെ ഒന്ന് ഇറക്കി നോക്കാം വണ്ടി.
ഷിപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെയാ പോവാ? ഇതെല്ലാം ഒരുപോലെ ഉണ്ട്, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ കുറേ ബിൽഡിങ്ങും പഠിച്ചോണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ച് പോവാനാ? എല്ലാം സെയിം ഇവിടുന്ന് കാണാന്. അപ്പൊ നമ്മൾ ഒരിയാണ് തിരിച്ചു വന്ന് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കുറെ സ്ഥലങ്ങൾ പോയി കണ്ടു. റബ്ബേ, അപ്പൊ ഇവര് പറഞ്ഞു ഷിപ്പ് എടുക്കാൻ പോകുന്ന വേഗം വരാൻ. അതാണ് നമ്മുടെ ഷിപ്പ്, ഇക്കാറസ് ഫൈലാക്ക. തിരിച്ച് കയറേണ്ട സമയമായി തോന്നുന്നു. പെട്രോൾ അടിച്ചിട്ടില്ല നമ്മളായിരുന്നു, അതും കൂടി അടിച്ചിരുന്നു. ഓക്കെ നമ്മളെ വണ്ടി കയറ്റാൻ പോകുന്നുട്ടോ. ഓക്കെ بس 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 بدنا تذكرة خلدي हो गया تذكرة तस्करा تيكت 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 नो अरबी. आपका लिया ये कर रहा था, अभी आप रास्ता भूल गया था, कैसा होगा? हाँ मैं भी कंफ्यूज हो गया, हो गया ना? कहाँ जाना है कहाँ आना है मालूम नहीं. अच्छा हो गया, ऑफिस से आपका नंबर लिया, ऑफिस में कॉल सिर्फ 1 घंटे से क्या होगा, हो गया ना? मैंने घूम लिया थोड़ा, आप हो सकता था आज रहता था ना, पूरा हो जाता था. अब आज लेकिन रहने का मन नहीं है. ये आइलैंड अच्छा नहीं है, नहीं, साइलेंट है, पूरा साइलेंट है, कुछ पूरा कोई भी नहीं है इसके अंदर. और वो वार के बाद है ना, कुछ बिल्डिंग ऐसा नहीं, शैतान की घर जैसा नहीं, रहता है. नहीं हो गया, सही पड़ा हुआ है. नहीं शैतान की घर जैसा है उसके अंदर. थोड़ा डर आ गया था मुझे उसके अंदर जाके. जिन होगा ना शायद, होगा होगा. होगा होगा, नहीं है उसके अंदर पेट्रोल पंप है ना, पेट्रोल पंप. हाँ मुझे तो पेट्रोल भरने भूल गया था मैंने. आज फौज में जाके ले लो. they built Kuwait. Maybe it's Failaka. Failaka. 1930 Failaka is the After 90 in the war, Saddam come to Kuwait invasion. All people come Kuwait. Kuwait. Then not after war. there is where school, everything we have. Okay. I studied there. You studied in Failaka? Yes, I born and studied for finishing secondary school. I went to Kuwait for the university. Okay. So now nobody in Failaka after war. All gone Now to it's Kuwait. Tourists. I think. Only tourists, yeah. Go. I visited many homes inside, the broken, Yes, everything. It's old. It's now from the war until now. Maybe it's more 40 years. To 35 years. 30. 35 years, okay. All people, all houses damaged. Kuwait, Iraq Navy, sorry, Iraq army came here for the oil for the Kuwait. Yes, They need to want 1990. Saddam. Saddam came here for the oil. All Kuwait. He invaded all Kuwait and Failaka also. Failaka also. And they stay here for 8 months. Only 8 months. Yes, it's After- 91. In February, they. How they gone back? How It's they? all coalition, America, all this war. It was war, the desert war. Big war. Yes. How many people dead that? Oh, Too much. yes. And you go Abdili. You go Al Abdili. Abdili. Al is the border between Kuwait and Iraq. Huh. Here, that was many people died because they are going outside playing. Shoot them. Okay. So there is a home. The big home in Failaka is missile. It's Chik, for chik. training, Yeah, I saw. maybe training this this army training. They Okay. train. Okay, you need Okay. anything? No need. Thank you. Thank you. നമ്മളങ്ങനെ ഈ ഷിപ്പിൽ കയറിയ സമയത്ത് കുറേ കുവൈത്തുകളുണ്ട്. അതിലത്തെ ഒരു കുവൈത്ത് ഇപ്പം കണ്ട കുറച്ച് പ്രായമുള്ള ആൾ. മൂപ്പര് ജനിച്ചതും വളർന്നല്ല ആ കാണുന്ന ഫൈലാക്ക ഐലൻഡിലാണ്. ഇതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് മാറ്റി പിന്നെ കുവൈത്ത് ഗവൺമെൻറ് പൈസ കൊടുത്ത് അവരെ തിരിച്ച് കുവൈത്തിലേക്ക് കൊണ്ടുവന്ന് ശരിക്കും കുറേ ആൾക്കാർ അന്ന് എത്രയോ ആൾക്കാർ അന്ന് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു ഉണങ്ങിയ ഒരു സ്ഥലമായിട്ടുള്ളത്.
അങ്ങനെ ഫൈലാക്കുകയും കണ്ട് ഞാനും ഓളും തിരിച്ച് വീണ്ടും നമ്മൾ കുവൈത്തിലേക്ക് പോന്ന മഗ്‌രിബ് വാങ്ങ കൊടുത്തേണ്ട എല്ലാവരും നിസ്കരിക്കണം. ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഓക്കെ എല്ലാവരും നിസ്കരിക്കുന്നു. മഗ്‌രിബ് വാങ്ങ കൊടുത്തു. ഓക്കെ കം camera. Okay. Thank you. You always hearing song. Hi. കുവൈത്തിൽ വന്ന മുതൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച സ്ഥലമാണ് ഫൈലാക്ക ഐലൻഡ്. നമ്മൾ ഓരോ രാജ്യത്ത് പോകുന്നവരും ആ രാജ്യത്തിൻ്റെ ചരിത്രം എന്തായാലും പഠിച്ചിട്ട് വേണം ഓരോ രാജ്യത്തെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഫൈലാക്കയിലെ യുദ്ധവും ഇറാഖിൻ്റെ അധിനിവേശവും സദ്ദാമിൻ്റെ റൂൾസും എല്ലാം കൂടി കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തിന് വല്ലാണ്ട് ആ സമയത്ത് എന്താ പറയണ്ടേ ഒരു കീഴ്പ്പെടുത്തിയ അവസ്ഥയാണ്. പിന്നീട് 7 മാസം ആ നാട്ടിലെ ആളുകൾ അനുഭവിച്ച് ഇപ്പം നമ്മൾ ഫലസ്തീനിൽ കാണുന്ന അല്ലെങ്കിൽ ഗസയിൽ കാണുന്ന അനുഭവങ്ങളായിരുന്നു സെയിം ആയിട്ട് അവർ അനുഭവിച്ചത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് തിരിച്ച് വീണ്ടും കുവൈത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു അസ്തമയ സമയത്ത് ഈ ഒരു സൂര്യനെ കാണുമ്പോൾ ഈ ഒരു കടലിനെ കാണുമ്പോൾ ഞാൻ ഓർമ്മിച്ചതെന്ന് വെച്ചാൽ യുദ്ധം കൊണ്ട് ഒരിക്കലും ഒരു രാജ്യവും ഒന്നും നേടിയിട്ടില്ല. ഇറാഖ് പോലെ യുദ്ധം കൊണ്ട് നശിച്ച ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലോകത്തിൽ ഇനി ഒരിക്കലും യുദ്ധമില്ലാത്തൊരു സമാധാന ലോകം നടക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവിടെ നിന്ന് ആഗ്രഹിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഒരു നാടിനെ മാത്രമല്ല ഒരു ആയുസ്സിനെ മുഴുവൻ അല്ലെങ്കിൽ ഒരു ജീവനെ മുഴുവൻ നശിപ്പിക്കുന്നൊരു സാധനമാണ്.